ഞങ്ങളുടെ ചെടികളുടെ ഇടയിലുള്ള മറ്റൊരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. പല പേരുകളിൽ ഇത് നമ്മളറിയപ്പെടും. പനിക്കൂർക്കനെ ചെറിയ കുട്ടികൾക്ക് സാധാരണ കോൾഡും ചുമയും പനിയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഈ പച്ചിലയുടെ നീര് വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കാറുണ്ട്. ഇത് വാട്ടിയിട്ട് തലയിലിട്ട് കൊടുക്കാറുണ്ട് പനി ചൂട് പോകാനായിട്ട്. അങ്ങനെ പല ഗുണങ്ങൾ നമ്മുടെ ഈ പനിക്കൂർക്കയ്ക്കുണ്ട്. സാധാരണ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനായിട്ട് ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിട്ട് കുടിക്കാറുണ്ട്. നമ്മൾ തുളസിയില വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇലയും നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ 2-3 ഇലയിട്ട് തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അധികം സ്വാദുമാറ്റമൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് കുടിക്കാൻ പറ്റും. അങ്ങനെ ഇഷ്ടക്കേടൊന്നും തോന്നാറില്ല. പിന്നെ ഈ പനിക്കൂർക്ക നമുക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിയുടെ ശല്യം ഒഴിവാകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് എനിക്ക് ഗുണം തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് പല്ലി ശല്യം കൂടുമ്പോൾ ഇതിൻ്റെ ഇല ഒരു ചെറിയ കുപ്പിയിൽ വെള്ളത്തിലിട്ടിട്ട് അകത്ത് കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ വേര് വന്നതായിട്ട് കാണും. പക്ഷേ അധികം നാൾ അത് അകത്ത് നിൽക്കില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഇൻഡോർ പ്ലാന്റായിട്ട് ഇത് വളർത്താം, വെള്ളത്തിലിട്ട് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും ഇതാണ് പനിക്കൂർക്ക നമ്മൾ ഔഷധ സസ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ പനിക്കൂർക്ക. ഇതൊരു അലങ്കാര ചെടിയായിട്ട് നമ്മൾ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഇന്ന് കാണാറുണ്ട്. വളരെയധികം പേര് ചെടിച്ചട്ടിയിൽ ഇത് അലങ്കാര സസ്യമായിട്ട് വയ്ക്കാറുണ്ട്. ഇതും നമുക്ക് അലങ്കാരത്തിന് വെള്ളത്തിലിട്ട് അകത്തും വയ്ക്കാവുന്നതാണ്, ഇൻഡോറായിട്ടും വയ്ക്കാവുന്നതാണ്. ഇതിനും അതേ മണം തന്നെയാണുള്ളത്. ചിലർ ഇതൊക്കെ ഉപയോഗിക്കുമെന്ന് പറയാറുണ്ട്, ഔഷധമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ പക്ഷേ ഇതിൻ്റെ സാധാരണ പച്ചില, അതായത് പനിക്കൂർക്കയുടെ ഈ വെറൈറ്റിയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. വേറൊന്നും മറ്റത് ഉപയോഗിക്കാറില്ല. പനിക്കും അതുപോലെ തന്നെ ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ അധികം പല്ലി പാറ്റ അങ്ങനെയുള്ള വരവ് കുറയ്ക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനൊരു പ്രത്യേക മണമാണ്. ഇല പൊട്ടിക്കുമ്പോൾ തന്നെ ആ മണം നമുക്കറിയാം. അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് തൊട്ടാൽ മതി, സ്മെല്ല് വരും. ആ മണം ഈ ചെറുവക പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതാണ്. കാരണം ഇതിൻ്റെ അരികത്ത് അധികം പ്രവേശിക്കില്ല. അപ്പം നമുക്കിതൊരു അലങ്കാര സസ്യമായിട്ടും വളർത്താം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഔഷധ ചെടിയായിട്ടും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്.